ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് ഭാരതം സാമ്പത്തികം കൊടുത്തും ആയുധങ്ങൾ കൈമാറിയും പാകിസ്ഥാനിൽ സംഘർഷമുണ്ടാക്കുന്നു. ഈ അഖിൽമാരുടെ മുമ്പിൽ വെച്ചാണോ ഭാരതം ഈ ബലൂചിസ്ഥാനുകൾക്ക് ആയുധം കൈമാറിയത്? അപ്പോൾ ആ വിവരങ്ങൾ എവിടുന്ന് കിട്ടുന്നു? അഖിൽമാരാർ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അയാൾ ഒരു ബിഗ് ബോസ് വിന്നറായ സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞ ഒരാളാണ്. അയാൾ എത്തരത്തിലൊരു പ്രസ്താവന ഉന്നയിക്കുമ്പോൾ വളരെയധികം ആലോചിച്ച് ചെയ്യേണ്ടതിന് പകരം ആർക്കോ വേണ്ടി, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി, അപ്പോൾ ഭാരതം പോലും പുറത്തുവിടാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് കൃത്യമായി അഖിൽമാരാർ പുറത്തുവിടുന്നത്? അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കൃത്യമായിട്ട് അഖിൽമാരാർക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് വേണം ഞങ്ങൾ സംശയിക്കുവാൻ. അതുകൊണ്ട് BJP കൃത്യമായി രാജ്യവിരുദ്ധ കുറ്റത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊട്ടാരക്കര SHOയ്ക്ക് പരാതി നൽകി. ഇപ്പോൾ NIAയ്ക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജിക്കും ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്ജിക്കും നരേന്ദ്രമോദിജിക്കും പരാതികൾ അയച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അടിയന്തരമായി ഈ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയിട്ടുള്ള അഖിൽമാരാരെ കേസെടുത്ത് ജയിലിലടക്കണമെന്നാണ്. നമ്മുടെ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യവും വിമർശനവും നടത്താനുള്ള അധികാരവും അവകാശമുള്ള ഒരു രാജ്യമാണ് ഭാരതം. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ നമുക്ക് അഭിപ്രായങ്ങൾ പറയുകയോ വിമർശനം നടത്തുകയും ചെയ്യാണ്ട അത്രയ്ക്കും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ഈ രാജ്യത്തിരുന്നു കൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രസിദ്ധനായ, അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയിലൂടെ പ്രസിദ്ധനായ അവിടെ കൊല്ലം കൊട്ടാരക്കര BJP മണ്ഡലം പ്രസിഡന്റ് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നു. അതിനുവേണ്ട നിയമ നടപടികൾ സ്വീകരിക്കാനായിട്ട് അതിന് ഉയർന്ന ഉദ്യോഗസ്ഥർക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കുമെല്ലാം പരാതി കൊടുത്തുകൊണ്ടാണ് ശ്രീ അനീഷ് കൊട്ടാരക്കര. എന്താണ് പരാതി കൊടുക്കാനുണ്ടായ കാരണം? അഖിൽമാരാർക്കെതിരെ പരാതി കൊടുക്കാനുണ്ടായ കാരണം എല്ലാവർക്കും വ്യക്തമാണ്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുണ്ട്. അദ്ദേഹം 11-ാം തീയതി മെനഞ്ഞാന്ന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അതായത് ഫേസ്ബുക്ക് പേജിലൂടെ പൂർണ്ണമായും ഒരു രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത്, നമുക്കറിയാം പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് രാജ്യം ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്ന് പാകിസ്ഥാനെ നേരിടുമ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെ സൈന്യം, നമുക്കറിയാം നമ്മുടെ ജീവൻ കാക്കുന്ന സൈന്യത്തിന് ജീവൻ മരണ പോരാട്ടം നടക്കുന്ന ഈ സമയത്ത് എല്ലാവരും പ്രാർത്ഥനകളും വഴിപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഈ അഖിൽമാരാർ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറയാം. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ അക്രമികളെ പിടികൂടിയിട്ടില്ലെന്നും പകരം പാകിസ്ഥാനിലെ സാധാരണക്കാരെയാണ് ഭാരതം കൊന്നിട്ടുള്ളതെന്നുമുള്ള രാജ്യവിരുദ്ധ പ്രസ്താവനയാണ്. അദ്ദേഹത്തിന് ആരാണ് ആ വിവരം പുറത്തുവിട്ടത്? അത് അദ്ദേഹം വ്യക്തമാക്കണം. അദ്ദേഹത്തിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ടോ? ഒരു ഭീകരരെയും വധിച്ചിട്ടില്ല എന്ന് വ്യക്തമായ ആൾ ആധികാരികമായി പറയാൻ എന്ത് തെളിവാണുള്ളത്? ഭാരതം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ചോദ്യത്തിനൊന്നും മറുപടി പറയാതെ അഖിൽമാരാർ വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഈ തോന്നിവാസങ്ങൾ രാജ്യത്തിന് അപമാനകരമാണ്, രാജ്യവിരുദ്ധ കുറ്റമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചിന്തിക്കണം, ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം. അതായത് ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് ഭാരതം സാമ്പത്തികം കൊടുത്തും ആയുധങ്ങൾ കൈമാറിയും പാകിസ്ഥാനിൽ സംഘർഷമുണ്ടാക്കുന്നു. അതായത് ബലൂചിസ്ഥാനികളെ കൊണ്ട് അവരെ വഞ്ചിക്കുന്നു, അവർക്ക് പണം കൊടുക്കുന്നു, അവർക്ക് ആയുധം കൈമാറുന്നു. ഈ അഖിൽമാരുടെ മുമ്പിൽ വെച്ചാണോ ഭാരതം ഈ ബലൂചിസ്ഥാനുകൾക്ക് ആയുധം കൈമാറിയത്? അപ്പോൾ ആ വിവരങ്ങൾ എവിടുന്ന് കിട്ടുന്നു? അഖിൽമാരാർ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അയാൾ ഒരു ബിഗ് ബോസ് വിന്നറായ സെലിബ്രിറ്റിയായി മാറിക്കഴിഞ്ഞ ഒരാളാണ്. അയാൾ എത്തരത്തിലൊരു പ്രസ്താവന ഉന്നയിക്കുമ്പോൾ വളരെയധികം ആലോചിച്ച് ചെയ്യേണ്ടതിന് പകരം ആർക്കോ വേണ്ടി, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എന്തെങ്കിലും വ്യക്തിപരമായ ഒരു സീറ്റോ അല്ലെങ്കിൽ പദവിയോ മോഹിച്ചുണ്ടാകുന്ന ഒരു വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു രാജ്യവിരുദ്ധ കുറ്റമാണ്. അദ്ദേഹം പറഞ്ഞ ബലൂചിസ്ഥാനുകൾക്ക് കൊടുത്തിട്ടുള്ള കാര്യം, ആരാണ് ഈ ബലൂചിസ്ഥാനുകൾക്ക് ഭാരതം സാമ്പത്തികവും ആയുധവും കൈമാറുന്നുള്ള വിവരം അഖിൽമാരാറിന് കൊടുത്തിട്ടുള്ള? അഖിൽമാരാർ എണ്ണി ചോദിക്കുമ്പോൾ BJPയും ചോദിക്കുന്നു. BJP എണ്ണി അഖിൽമാരാർ ചോദിക്കുന്നതിനേക്കാളും ഒരു തട്ട് മേളിൽ നമ്മൾ ചോദിക്കും, യാതൊരു സംശയവുമില്ല. അഖിൽമാരാർ ചോദിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായി നമുക്കറിയാം. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരെ പിടികൂടിയിട്ടുണ്ടോ? അപ്പോൾ ഭാരതം പോലും പുറത്തുവിടാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് കൃത്യമായി അഖിൽമാരാർ പുറത്തുവിടുന്നത്? അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കൃത്യമായിട്ട് അഖിൽമാരാർക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് വേണം ഞങ്ങൾ സംശയിക്കുവാൻ. അതുകൊണ്ട് BJP കൃത്യമായി രാജ്യവിരുദ്ധ കുറ്റത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊട്ടാരക്കര SHOയ്ക്ക് പരാതി നൽകി. ഇപ്പോൾ NIAയ്ക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജിക്കും ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്ജിക്കും നരേന്ദ്രമോദിജിക്കും പരാതികൾ അയച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അടിയന്തരമായി ഈ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയിട്ടുള്ള അഖിൽമാരാരെ കേസെടുത്ത് ജയിലിലടക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിക്ക് പറയാനുള്ളത്. ഇതൊരു തെറ്റായ സന്ദേശമാണ്. അതുപോലെ അഖിൽമാരാർ ഇട്ട പോസ്റ്റ് എവിടെ പോയി?
ആ പോസ്റ്റിൻ്റെ റെക്കോർഡും അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ നമ്മൾ സൂക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് പറയാൻ സാധിച്ചത്. അഖിൽ മാരാർ ഇട്ട പോസ്റ്റ് മുക്കിക്കളഞ്ഞ് ഒളിച്ചോടിയിരിക്കുകയാണ്. ചെയ്ത തെറ്റ് പൂർണ്ണമായും ബോധ്യപ്പെട്ട് ഒളിച്ചോടിയിട്ടുള്ളതാണ്. എന്നിട്ടും വീണ്ടും ലൈവിൽ വന്ന് BJP കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിക്ക് മറുപടി. ഇയാൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇയാൾ എത്ര വില കുറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഇയാൾ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയിട്ട് വീണ്ടും ന്യായീകരിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ പിന്തുണ കോൺഗ്രസ് പാർട്ടിയുടെയാണോ ഇനി മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയാണോ വ്യക്തമായ പിന്തുണയോടുകൂടിയാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ രാജ്യവിരുദ്ധ ശക്തിയുമായുള്ള ബന്ധമാണ് അഖിൽ മാരാറിൻ്റേത്. അതാണ് ഇവിടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തി രാജ്യത്തിനെതിരെ രാജ്യവിരുദ്ധ ശക്തിക്ക് കൂട്ടുനിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ നമുക്കറിയാം സൈന്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മൾ ഓരോ ദിവസം സത്യം പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മളിപ്പോൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? നമുക്ക് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. ഇന്ത്യൻ സൈന്യം ഈ രാജ്യത്തെ സംരക്ഷിക്കുന്ന അതിർത്തി കാക്കുന്ന സൈനികർ, ലക്ഷക്കണക്കിന് സൈനികർ, ആ സൈനികരും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികൾ ജീവൻ പണയം വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥനകളോടെ ഇരിക്കാനുള്ളതിന് പകരം രാജ്യത്തെ ഒന്നടങ്കം എന്തൊക്കെ പറഞ്ഞു അമേരിക്കയുടെ വാക്ക് കേട്ട് ഭാരത സൈന്യവും ഭാരത ഭരണാധികാരികളും മുട്ടുമടക്കി തലകുനിച്ചു. ആത്മാഭിമാനം ഇല്ലാത്ത ഭാരതം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം പിറന്ന മണ്ണിനെ ഒറ്റുകൊടുക്കുന്ന തരത്തിലുള്ള വളരെ നിലവാരം കുറഞ്ഞ രാജ്യവിരുദ്ധ പ്രസ്താവനയാണ് അഖിൽ മാരാർ നടത്തിയിട്ടുള്ളത്. ഇതൊന്നും ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അഖിൽ ഇങ്ങോട്ട് ഒരുപാട് മറുപടികളൊന്നും ഇങ്ങോട്ട് വരണ്ട. മറുപടികൾ അങ്ങോട്ട് തന്നാൽ അഖിൽ മാരാർ താങ്ങത്തില്ലെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് പറയാതെ സമ്മതിച്ച് തെറ്റ് പറഞ്ഞ് നിയമത്തിൻ്റെ മുന്നിൽ കീഴടങ്ങി ഞാൻ ചെയ്ത തെറ്റാണെന്ന് മാപ്പ് പറഞ്ഞ് നിയമത്തിൻ്റെ മുന്നിൽ കീഴടങ്ങി ജയിലിൽ പോകണമെന്നാണ് അഖിൽ മാരാറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അടുത്ത എന്താണ് പാർട്ടിയുടെ രീതിയിൽ എന്തെങ്കിലും നടപടിയുണ്ടോ? തീരുമാനം ആദ്യം കൊട്ടാരക്കര SHO ജയകൃഷ്ണൻ സാറിന് പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി അന്വേഷിച്ച് ഇന്ന് FIR ഇട്ട് കേസ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ട് കേസ് എടുക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം പോലീസിൻ്റെ നടപടി എന്താണെന്ന് അറിഞ്ഞ ശേഷം പാർട്ടി ജില്ലാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് ശ്രീമതി രാജീവ് പ്രസാദുമായി ആലോചിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള സമര പരിപാടികൾ പാർട്ടി ആലോചിക്കും. അതുപോലെ തന്നെ കൃത്യമായുള്ള സംവിധാനങ്ങൾ ആലോചിക്കും. പാർട്ടിയുടെ സമരപരിപാടികൾ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടിയുടെ തീരുമാനം. അപ്പോൾ അടിയന്തരമായി നമ്മൾ ഇപ്പോൾ സ്റ്റേഷനിൽ കൊടുത്ത ശേഷം NIAയ്ക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാജിക്കും ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ്ജിക്കും നരേന്ദ്രമോദിജിക്കും അടക്കം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഈ ഫേസ്ബുക്ക് പേജ് എത്ര അയാൾക്ക് നിരവധി ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ് അയാൾക്കുള്ളത്. ആ പേജിലൂടെ ഇത്രയും ജനങ്ങളെ ലക്ഷക്കണക്കിന് ജനങ്ങളെ രാജ്യവിരുദ്ധത സന്ദേശം കൊടുത്ത് അവരെ തെറ്റിദ്ധരിപ്പിച്ച് നുണ പ്രചരിപ്പിച്ച് രാജ്യവിരുദ്ധരാക്കി മാറ്റുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യണം. അദ്ദേഹം മരവിപ്പിക്കണം. അദ്ദേഹം ഇനി ഈ തരത്തിലുള്ള ഒരു പോസ്റ്റും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവയ്ക്കരുത്. അതാണ് BJPയുടെ ആവശ്യം. അതുകൊണ്ട് അടിയന്തരമായി നമ്മൾ പോലീസിനോടും പറയുന്നു, കൃത്യമായി നടപടി എടുത്തില്ലെങ്കിൽ BJP ശക്തമായി അതിനകത്ത് ഇനി അഖിൽ മാരാർ പല ഉമ്മാക്കികളും കാണിക്കാൻ വരുന്നുണ്ട്, പല മെസ്സേജുകളും വാട്സാപ്പിൽ ഇടുന്നുണ്ട്. അതുകൊണ്ട് അഖിൽ മാരാരോട് പറയുന്നു, അഖിൽ മാരാരെ നിൻ്റെ തട്ട് താണേ ഇരിക്കുള്ളൂ. അതുകൊണ്ട് ഇങ്ങോട്ട് കൂടുതൽ ഉമ്മാക്കിയും ഒരു പേടിപ്പെടുത്താൻ ഇങ്ങോട്ട് വരേണ്ട. അങ്ങനെ അഖിൽ മാരാറിൻ്റെ ഒന്നും കണ്ട് ഭയക്കുന്നവരല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ. അതുകൊണ്ട് കയ്യിലിരിക്കട്ടെ. തെറ്റ് സംബന്ധിച്ചുകൊണ്ട് മാപ്പ് പറയാൻ തയ്യാറായി നിയമത്തിന് കീഴടങ്ങി ജയിലിൽ പോകണം അഖിൽ മാരാർ. സംശയമില്ല. ആ ഒരു കാര്യവുമായി പാർട്ടി നിയമപരമായിട്ടും സംഘടനാപരമായിട്ടും ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു.